സ്വപ്നമായിട്ടാണ്. എന്നാൽ അത് പ്രേക്ഷകർ ഏറ്റെടുത്ത ഒരു വലിയ വിജയമാകുമ്പോഴാണ് അത് ആ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുന്നത്. അങ്ങനെ ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ ഒരു മനോഹര നമ്മളെല്ലാവരും ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരെയും ഹാർദമായി പ്രകമ്പനത്തിൻ്റെ സക്സസ് മീറ്റിലേക്ക്, വിജയാഘോഷത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. നമുക്കറിയാം 2026 ആദ്യത്തെ ക്ലിയർ തിയേറ്റർ ഹിറ്റായിരുന്നു പ്രകമ്പനം. വലിയ അവകാശവാദങ്ങളൊന്നുമില്ലാതെ തിയേറ്ററുകളിലെത്തി. എന്നാൽ തിയേറ്ററുകളിൽ പ്രകമ്പനം തന്നെ സൃഷ്ടിച്ചു ഈ ചിത്രം. നവരസ ഫിലിംസിൻ്റെയും സ്റ്റോൺ ബെൻ സ്റ്റുഡിയോയുടെയും ബാനറിൽ ശ്രീജിത്ത് KS, കാർത്തികേയൻ S, സുധീഷ് N എന്നിവർ നിർമ്മിച്ച് വിജേഷ് പനത്തൂർ സംവിധാനം ചെയ്ത പ്രകമ്പനം മലയാള സിനിമയ്ക്ക് വ്യത്യസ്തമായൊരു ഹൊറർ കോമഡി അനുഭവം സമ്മാനിച്ച ചിത്രമാണ്. വേദിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യേണ്ടത് ഇന്നിവിടെ വിശിഷ്ടാതിഥിയായി എത്തിച്ചേർന്നിരിക്കുന്ന ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ പോലെ മികച്ച സിനിമകൾ നമുക്ക് സമ്മാനിച്ച പ്രിയ സംവിധായകനും എഴുത്തുകാരനും നടനുമൊക്കെയായ ജിയോ ബേബി സാറിനെ വേദിയിലേക്ക് നല്ലൊരു കയ്യടിയോടുകൂടി സ്വാഗതം ചെയ്യാം. അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ നമുക്ക് ആരംഭിക്കാം. എല്ലാവർക്കും നമസ്കാരം. വളരെ മലയാള സിനിമയിൽ ഒരു വർഷം 200ഓളം സിനിമകൾ ഇറങ്ങുന്ന ഒരു സ്ഥലത്ത് എത്ര സിനിമയ്ക്ക് ഇങ്ങനെ ഒരു ആഘോഷം നടത്താൻ പറ്റുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. വളരെ ഭാഗ്യം ചെയ്ത സിനിമയും ഭാഗ്യം ചെയ്ത സിനിമാ പ്രവർത്തകരും ആണ് പ്രകമ്പനം ടീം. ഭാഗ്യമെന്ന് ഉദ്ദേശിച്ചത് ഒരു എന്താ പറയുക, വർക്കിൻ്റെ പെർഫെക്ഷനെ കുറിച്ചാണ്. ഞാൻ ഈ സിനിമ കണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു, സംവിധായകനോട് സംസാരിച്ചിരുന്നു. അത്രയൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ നന്നായിട്ട് എൻജോയ് ചെയ്ത ഒരു ഫൺ റൈഡായിരുന്നു ഈ സിനിമ. അത് ഒരിക്കലും അത് സിമ്പിൾ കാര്യമൊന്നുമല്ല. തമാശ ഉണ്ടാക്കുക, ചിരിപ്പിക്കുക. നമ്മൾ തിയേറ്ററിൽ പോകുമ്പോൾ കൊടുക്കുന്ന, ഞാൻ ഫാമിലിയായിട്ട് ഒരു സിനിമ തിയേറ്ററിൽ പോയി കാണണമെന്ന് നമ്മൾ തീരുമാനിക്കുമെങ്കിൽ ആ സിനിമ അത്രയും നല്ല അഭിപ്രായങ്ങൾ ഉണ്ടാക്കുമ്പോഴും ഒക്കെയാണ്. അപ്പോൾ അതുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഇന്നിങ്ങനെ നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഈ സിനിമയുടെ സക്സസ് ആഘോഷിക്കാൻ പറ്റുന്നതിൻ്റെ ഒരു കൂടെ നിൽക്കാൻ പറ്റുന്നതൊക്കെ വലിയ സന്തോഷമായി കാണുന്നു. ഇതിൻ്റെ സംവിധായകൻ, എഴുത്തുകാരൻ, ഇത് നിർമ്മിച്ച കൂട്ടായ്മ എല്ലാവരെയും അഭിനന്ദിക്കുന്നു. ഒരുപാട് സന്തോഷം ഇന്നിവിടെ നിൽക്കാൻ സാധിച്ചത്. താങ്ക് യു. താങ്ക് യു വെരി മച്ച് സർ. നമുക്കറിയാം, ഒരു നല്ല സിനിമ അത് വിജയിക്കണമെങ്കിൽ ആ ഒരു ടീമിനെ വിശ്വസിച്ച അതിൻ്റെ സംവിധായകനെയും എഴുത്തുകാരെയൊക്കെ വിശ്വസിച്ച പ്രൊഡ്യൂസേഴ്സ് ഉണ്ടാവണം. തീർച്ചയായും ഈ ഒരു സിനിമയ്ക്കും നല്ല കുറച്ച് പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. അപ്പോൾ അവരുടെ സപ്പോർട്ട് എന്ന് പറയുന്നത് വില മതിക്കാനാവാത്തത് തന്നെയാണ്. അപ്പോൾ ഏറ്റവും നിറഞ്ഞ കയ്യടിയോടുകൂടി നവരസ ഫിലിംസിൻ്റെയും സ്റ്റോൺ ബെൻ സ്റ്റുഡിയോയുടെയും നിർമ്മാതാക്കളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. വിത്ത് എ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ് ലെറ്റ്സ് വെൽക്കം ശ്രീജിത്ത് KS, കാർത്തികേയൻ S ആൻഡ് സുധീഷ് N ഓൺ സ്റ്റേജ്. പ്രിയപ്പെട്ട പ്രൊഡ്യൂസേഴ്സ് ആണ് വേദിയിലെത്തിയിരിക്കുന്നത്. ആരാണ് സംസാരിക്കുന്നത്? പ്രായം കൂടിയതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് മൈക്ക് തന്നു. ഞാൻ മലയാള സിനിമയിൽ വന്നിട്ട് ഇപ്പം 25 വർഷമായി. എല്ലാവർക്കും മീശോനായിരുന്നു എൻ്റെ ഫസ്റ്റ് ഫിലിം. 25 വർഷം കഴിഞ്ഞിട്ടും ഇങ്ങനൊരു സിനിമയുടെ ഭാഗമാകാൻ, മലയാള സിനിമയുടെ ഈ ഒരു നിൽക്കാൻ പറ്റാവുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. എന്നെ സ്നേഹിച്ച ഓരോരുത്തരെയും, ഞാൻ ചെയ്ത ഓരോ പടങ്ങളുടെയും സംവിധായകരുടെയും ആർട്ടിസ്റ്റിൻ്റെയൊക്കെ സപ്പോർട്ട്, ടെക്നീഷ്യന്മാരുടെ സപ്പോർട്ട് കൊണ്ടാണ്. ഈ പ്രകമ്പനവും ഇത്ര വിജയമാക്കിയത് നിങ്ങളെല്ലാവരുടെയും. ഞാനിപ്പോഴും മഹാരാജാ സ്കൂളിൽ ഇവിടെ പോകുമ്പം ആ ഹോസ്റ്റലിലേക്ക് നോക്കും, അവിടെ നമ്മുടെ പിള്ളേരൊക്കെ ഉണ്ടത്. വളരെ സന്തോഷമാണ്. കാരണം കഴിഞ്ഞ വർഷം ഈ സമയത്ത് ഞങ്ങൾ മഹാരാജത്തിൽ ഷൂട്ട് ചെയ്യുക, കഴിഞ്ഞ ജൂലൈയിൽ. ഇത്രയും സന്തോഷം ഈ പടം തിയേറ്ററിലെത്തി കഴിഞ്ഞപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ നല്ലൊരു വിജയം തന്നു. അതിന് ഓരോരുത്തരെയും സപ്പോർട്ടുണ്ടായിരുന്നു. ഷൂട്ടിംഗ് സമയത്ത് ഇതിൻ്റെ എല്ലാ ആർട്ടിസ്റ്റുകൾ, എല്ലാ ടെക്നീഷ്യന്മാരും, ഓരോരുത്തരും പേരെടുത്ത് പറയുന്നില്ല കാരണം സമയപരിമിതി മൂലം. പിന്നെ തിയേറ്ററിൽ എത്തുന്ന സമയത്തും അതിൻ്റെ പ്രൊമോഷൻസ് കാര്യങ്ങൾക്ക് എല്ലാ ആർട്ടിസ്റ്റിനെയും സപ്പോർട്ടുണ്ടായിരുന്നു. തിയേറ്ററിലെത്തിയതിനു ശേഷവും ജനങ്ങളുടെ അത് കൈ നീട്ടി സ്വീകരിച്ചു. അതിൽ നന്നായി പടം എക്സിബിറ്റ് ചെയ്യാൻ ഇവിടെ എല്ലാ തിയേറ്ററുകാരും, ഓരോരുത്തരെ പേരെടുത്ത് പറയുന്നില്ല, തിരുവനന്തപുരം മുതൽ കാസർഗോഡുള്ള എല്ലാ തിയേറ്ററുകാരെയും അകമഴിഞ്ഞ സപ്പോർട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഇത്രയൊരു സന്തോഷത്തിൽ ഒരു സങ്കടകരമായ കാര്യം, നമ്മുടെ കലാഭവൻ നമ്പാസ് ഇപ്പം നമ്മുടെ ഇവിടെ ഇല്ല എന്നുള്ളത് മാത്രമാണ്. അത് ചെറിയ വിഷമമുണ്ട്, കൂടുതൽ പറയുന്നില്ല. പക്ഷേ നമ്മുടെ പടത്തിന് അങ്ങനെ അദ്ദേഹത്തിൻ്റെ വലിയ കലാകാരൻ്റെ ഒരു പടം പിടിക്കാൻ ഒരു ഭാഗ്യം കിട്ടിയതിൽ സന്തോഷമുണ്ട്.
അദ്ദേഹം നമ്മുടെ കൂടെ എന്നും ഉണ്ടാവും. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഞങ്ങൾ പ്രകടന ടീം ശിരസ് നിൽക്കുന്നു. ഹലോ, ഇതിപ്പോൾ നമ്മൾ ഫാമിലി തന്നെയാണ് ഇവിടെ എല്ലാവരും ഉള്ളത്, ക്രൂ തന്നെയാണ്. എല്ലാവരോടും അങ്ങോട്ടും ഇങ്ങോട്ടും താങ്ക്സ് പറയേണ്ട ഒരു കാര്യത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതിനുവേണ്ടിയാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. എല്ലാവർക്കും ഒരു വലിയ താങ്ക്സ്, ഇത്രയും വലിയൊരു വിജയമാക്കിയതിന്. ഓൾ ദ ആക്ടേഴ്സ്, ക്രൂ മെമ്പേഴ്സ്, എവ്രി വൺ, താങ്ക് യു. ഇവിടെ സ്റ്റോൺ ബെഞ്ചിൻ്റെ കാർത്തിക് സുബ്രാജ് സാറിൻ്റെ ഇവരെയും കൂടെ കമ്പനി, കാർത്തിക് സാറിനാണ് സ്റ്റോൺ ബെഞ്ച് കമ്പനി. നമുക്കിവരെ കിട്ടിയത് നമ്മുടെ മലയാള സിനിമയുടെ ഞങ്ങളുടെ മാത്രമല്ല ഭാഗ്യമാണ്. തമിഴിലും തെലുങ്കിലും രജനി സാറിനെയും സൂര്യ പോലെയുള്ള വലിയ ആർട്ടിസ്റ്റിനെ വെച്ച് വലിയ പടങ്ങൾ ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ ഈ കുട്ടികളുടെ പടം ചെയ്യാൻ ഞങ്ങളുടെ കൂടിയിൽ വളരെ സന്തോഷം. നമ്മൾ ഇവരുമായിട്ട് വലിയ കാര്യങ്ങൾ ഇനിയും പ്ലാൻ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും സപ്പോർട്ടും എല്ലാത്തിനും വേണം. താങ്ക് യു. I would rather speak in Tamil. Thank you everyone for coming here. Actually, உண்மையான சக்ஸஸ் மீட் இது. இப்போ நிறையா படங்களுக்கு வெள்ளிக்கிழமை சாயங்காலமே சக்ஸஸ் மீட் வச்சுருவாங்க, இல்லை திங்கக்கிழமை சக்ஸஸ் மீட் வைப்பாங்க. நாங்கள் ஆனால் ஒரு 5 மாதம் வெயிட் பண்ணி சக்ஸஸ் மீட் வச்சது காரணம் உண்மையிலே ஃபிலிம் இஸ் அ ஹியூஜ் சக்ஸஸ். இட் இஸ் ட்ரான்ஸ் லாட் ஆஃப் பவுண்டரிஸ் அண்ட் ப்ராஃபிட்டபிள் ப்ரொடியூசர்ஸாக நாங்கள் இருக்கோம். இதுக்கு கண்டிப்பாக உங்கள் எல்லாருக்குமே நாங்கள் தேங்க்ஸ் சொல்லணும். நான் அது டீமாக இருக்கட்டும், இல்லை அது மக்களாக இருக்கட்டும், இல்லை ப்ரெஸ்ஸாக இருக்கட்டும், இல்லை மீடியாவாக இருக்கட்டும், இல்லை தியேட்டர் டிஸ்ட்ரிபியூட்டர்ஸ் எல்லாருமே ஐ திங்க் தே ஹவ் பிகம் ப்ராஃபிட்டபிள் அஸ் பார்ட் ஆஃப் திஸ் ஃபிலிம். ஏன்னா ஒரு படம் தயாரிக்கிறது அந்த ஈகோ சிஸ்டமில் எல்லாருக்குமே போய் ரீச் ஆனாதான் மட்டும்தான் அந்த படம் சக்ஸஸ்ஃபுல்னு சொல்ல முடியும். அந்த டைரக்டர் வெல்கம். ஸோ அந்த விதத்தில் வேர் வெரி வெரி ஹாப்பி. அண்டு மலையாள சினிமாவில் கண்டினியூஸாக படம் பண்ணணும்னு ஆசைப்பட்றோம். அண்டு got a right partners for it, Srijit sir and Shreta. ஸோ இந்த படத்துக்கு எப்படி நாங்கள் வெளியில் நின்று அந்த அழகை ரசித்து படம் பண்ணி ஜெயிச்சிருக்கோமோ அதுவும் அது எல்லா படங்களையும் we will stay out but we will still be part of the industry. And thank you Malayalam cinema for accepting us, and we believe we will give good content as always. Thank you. വേറെ സന്തോഷം, നമ്മളിതിൽ അഭിനയിച്ച എല്ലാ കുട്ടികളും, ഗണപതിയും സാഗർ സൂരിയും അമീനും ശീതലും ബാക്കി ഓരോരുത്തരും ഉണ്ട്. പിന്നെ അസീസ് നെടുമ്പങ്ങാടും പ്രശാന്ത് ഇവരൊക്കെ ഓൾറെഡി പണ്ട് വന്നാണ്. അവരൊക്കെ പുതിയ പുതിയ നല്ല പടങ്ങളിൽ, വലിയ പടങ്ങളിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവരൊക്കെ ഗോകുലം ഗോപാലൻ്റെ ഒക്കെ വലിയ വലിയ പ്രോജക്റ്റുകളാണ് ചെയ്യണത്. ഇപ്പോൾ ഗണപതിക്കും അമീനും സാഗർ സൂരിക്കൊക്കെ പ്രത്യേക, നിങ്ങളെല്ലാവരും വിജീഷ് അടുത്ത് ചെയ്യാൻ വേണം ഗോകുലം ഗോപാലൻ്റെ ഫിലിമാണ്. അങ്ങനെ എല്ലാവരും ഒരുപടി മേളിക്ക് പോകുന്നതിൽ അതെല്ലാവർക്കും മനസ്സിനൊരു സന്തോഷമുണ്ട്. പിന്നെ ഗണപതിക്ക് ബാലൻ്റെ കാസ്റ്റിംഗ് ഡയറക്ടറിന് വലിയ പ്രത്യേക സല്യൂട്ട്. നമ്മളും എല്ലാവരും ഒന്ന് കൈയടിക്കട്ടെ അതിന്. അത് അത്രയും മനോഹരമായൊരു ജോലിയാണ്. ബാലൻ ടീമിന് മൊത്തം എൻ്റെ അഭിനന്ദനങ്ങൾ. കൂടുതൽ ഗണപതിക്ക് പ്രത്യേകപ്പെട്ടു. ஆமாம், எல்லோரும் இப்போ நிறையா சம்பளமும் கேட்குறாங்க. அதனால் கொஞ்சம் பார்த்து ப்ரொடியூசர்ஸ்க்கு ஹெல்ப் பண்ணால் இந்த மாதிரி நிறையா வெற்றி படங்கள் கொடுக்கலாம். ബഹുമാനരെ, അടുത്തതായി ഐശ്വര്യത്തിൻ്റെയും അറിവിൻ്റെയും വിജയത്തിൻ്റെയൊക്കെ പ്രതീകമായ ഭദ്രദീപം തെളിയിച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു സക്സസ് മീറ്റ് ഔപചാരികമായിട്ട് ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് എന്നാൽ സിദ്ധു എന്ന വളരെ രസകരമായ ക്യാരക്ടറിനെ അവതരിപ്പിച്ച നമ്മുടെ പ്രിയതാരം ഗണപതി. ഈ പുണ്യാളൻ എന്ന കഥാപാത്രം നിന്ന് വെറും ഒരു തുമ്മലിലൂടെ ചെമ്പോത്തമ്മ രുക്മിണിയമ്മയൊക്കെ ആയിട്ട് അതിഗംഭീരമായിട്ട് ട്രാൻസ്ഫോം ചെയ്ത് നമ്മളെ ഞെട്ടിച്ച പ്രിയതാരം സാഗർ സൂര്യ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. ശങ്കരൻ എന്ന വളരെ രസകരമായ ഒരു ക്യാരക്ടർ അവതരിപ്പിച്ച അല്ലമീനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. അടുത്തതായി നമുക്ക് വേദിയിലേക്ക് നമുക്ക് വേദുവിനെ സ്വാഗതം ചെയ്യാം. അല്ലേ, ശീതൽ ജോസഫ്. രാജേഷ് ചേട്ടൻ്റെ കഥാപാത്രം പറയാൻ ഞാൻ 2-3 തവണ പ്രാക്ടീസ് ചെയ്തു. സ്റ്റാൻസ്ലോവസ്കി കൂടി നമ്മുടെ പ്രിയ താരം ശ്രീ രാജേഷ് മാധവനെ സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. ഈ സിനിമയിൽ നമ്മൾ ഞെട്ടിച്ചു. ക്ലൈമാക്സ് ഒന്നും പറയാനില്ല. ലിസ്റ്റ് ഞങ്ങളെ കേരള ഫിലിം പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ ബഹുമാനപ്പെട്ട പ്രസിഡൻ്റാണ്. മലയാള സിനിമയ്ക്ക് ഒരുപടി സൂപ്പർ ഹിറ്റ് പടങ്ങൾ തന്നതും ഇനി തന്നുകൊണ്ടിരിക്കുന്നതുമായ നമ്മുടെ പ്രിയപ്പെട്ട ലിസ്റ്റിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും ഒന്ന് കയറി നിൽക്കണം, റിക്വസ്റ്റ് ചെയ്യാണ്. ചിത്രത്തിൻ്റെ നിർമ്മാതാക്കൾ 3 പേരും ചേർന്നുകൊണ്ട്
സംവിധായകൻ ശ്രീ വിജേഷ് പനത്തൂർ. ശ്രീ സൂരജ് അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ശ്രീ സൂരജിനെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രവർത്തിച്ച ടെക്നീഷ്യന്മാരും അടക്കം ആർട്ടിസ്റ്റ് എല്ലാവരുടെയും ഒരു കൂട്ടായ ശ്രമമാണ് ഈ പടത്തിൻ്റെ വിജയത്തിന് കാരണമായത്. തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും പറയുന്നതാണ്, സിനിമ ഒരു കൂട്ടായ്മയുടെ ഒരു വിജയം, അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയുടെ ഒരു എന്താ പറയുക, അതിനെ പ്രൊഡക്റ്റാണ് സിനിമ. ഒരാൾ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ മാത്രം ഒന്നും സംഭവിക്കില്ല. എല്ലാവരും അതിൻ്റെ കൃത്യമായിട്ടുള്ള ജോലികൾ കൃത്യസമയത്ത് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന പോലെയുള്ള നമ്മുടെ പ്രൊഡക്റ്റ് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. അതിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത എൻ്റെ സഹപ്രവർത്തകർക്കും എൻ്റെ കൂടെ നിന്ന് പ്രവർത്തിച്ച എല്ലാവർക്കും ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഇല്ലോളം താമസിച്ചാലും വന്നു, ഷീൽഡ് എത്തി. വളരെയധികം സന്തോഷമുണ്ട്. കാരണം എന്താ പറയണ്ട, ഇത് എപ്പോഴും നടക്കുന്നൊരു പരിപാടിയല്ല, നമുക്ക് എപ്പോഴും കിട്ടുന്നൊരു സൗഭാഗ്യമല്ല ഇങ്ങനെ ഒരു സക്സസ് മീറ്റ് എന്ന് പറഞ്ഞാൽ. ഇനിയിപ്പോൾ പടം ചിലപ്പോൾ സക്സസ് ആയാൽ പോലും ചിലവർ മറന്നോ അല്ലെങ്കിൽ വേണ്ടാന്ന് വെച്ചോ ചില സെലിബ്രേഷൻസ് ഇങ്ങനത്തെ ഒരു ഷീൽഡ് തരാൻ മറക്കാറുമുണ്ട്. പക്ഷേ ഇത് എന്താ പറയണ്ടേ, ഇതെന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അവാർഡ് പോലെയാണ് ഈ ഒരു സക്സസ് സെലിബ്രേഷൻ്റെ ഒരു ഷീൽഡ് കിട്ടുക എന്ന് പറഞ്ഞാൽ. കാരണം എൻ്റെ വീട്ടിൽ ആദ്യത്തെ ഷീൽഡ് എന്ന് പറയുന്നത് വിനോദയാത്ര 135 ദിവസം. അതിപ്പോഴും കാണുമ്പോൾ നമുക്കൊരു മനസ്സിനൊരു എന്താ പറയണ്ടേ, ഒരു ധൈര്യമാണ്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഹോപ്പാണ്, അല്ലെങ്കിൽ ഒരു എനർജിയാണ്. നമ്മൾ വന്ന വഴിയിലൂടെ ഇങ്ങനത്തെ കുറച്ച് അംഗീകാരങ്ങൾ നമ്മൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലും കൂടെയാണ്. അപ്പോൾ ഇത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് നമുക്കറിയാം. കാരണം ഇതിൽ വർക്ക് ചെയ്ത ഓരോരുത്തർ, ഇപ്പോൾ ആക്ടേഴ്സ് അല്ലെങ്കിൽ പോലും ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ ബാക്കിയുള്ള HODകൾക്ക് ഉപരി ഇതിൽ വർക്ക് ചെയ്ത ഓരോരുത്തർക്കും കിട്ടുന്നൊരു വലിയൊരു അംഗീകാരമാണ് ഈ സിനിമ കൊടുക്കുന്ന ഏറ്റവും വലിയൊരു അംഗീകാരമാണ് ഒരു ഷീൽഡ് എന്ന് പറയുന്നത്. അത് തരാൻ കാണിച്ച മനസ്സ് നമ്മുടെ പ്രൊഡ്യൂസേഴ്സിനും നമ്മൾ എൻജോയ് ചെയ്യുക എന്നുള്ളതാണ് ഒരു സിനിമ. കാരണം എന്ന് വെച്ചാൽ നമ്മളൊട്ടും എന്താ പറയേണ്ട വിഷമിച്ച് വരുന്നൊരു ജോലിയായിട്ടല്ല നമ്മളെല്ലാവരും സിനിമയെ കണക്കാക്കുന്നത്. നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച് വന്ന് കിട്ടിയ ഒരു ജോലിയാണ്. നമുക്ക് ജോലിയൊന്നും പറയാൻ പറ്റില്ല, ഒരു പ്രൊഫഷനാണ് സിനിമ എന്നുള്ളത്. അത് അത്രത്തോളം പാഷനോട് ചെയ്യുമ്പോൾ നമ്മൾ എല്ലാ ദിവസവും എൻജോയ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. എല്ലാ മൊമെൻറ്റും നല്ലതാക്കാനേ നോക്കിയിട്ടുള്ളൂ. അത് ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ ആവട്ടെ എന്നുള്ളതാണ് ആഗ്രഹം. താങ്ക് യു വെരി മച്ച് ഗണപതി. സ്ക്രീനിലൂടെ നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായി തുടർന്ന് പണി എന്ന സിനിമയിൽ വളരെ ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെച്ച് അതിനുശേഷം പ്രകമ്പനത്തിലെത്തിയപ്പോൾ നമ്മളെ എല്ലാവരെയും ഞെട്ടിച്ച പ്രകടനം കാഴ്ചവെച്ച ആരെയാണ് നമ്മളടുത്ത് ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നത്? എക്സാക്ട്ലി. ചിത്രത്തിലെ പുണ്യാളൻ ചെമ്പോത്തമ്മ നേരത്തെ പറഞ്ഞൊരു തുമ്മലിലൂടെ ഒരു ട്രാൻസ്ഫോർമേഷൻ, കഥാപാത്രമായി ട്രാൻസ്ഫോർമേഷൻ നടത്തിയ നമ്മളെല്ലാവരും ഞെട്ടിക്കുന്ന പ്രകടനം കാഴ്ചവെച്ച none other than സാഗർ സൂര്യ. നിറഞ്ഞ കൈയോടുകൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഗണപതി ഇല്ലെങ്കിൽ ഞാൻ ഗണപതി പറഞ്ഞ പോലെ തന്നെ എല്ലാ പോയിന്റും പറഞ്ഞു. ഒത്തിരി സന്തോഷം ഇങ്ങനൊരു വേദിയിൽ ഇങ്ങനെ നിൽക്കാൻ പറ്റിയതിന്. കാരണം എളുപ്പമല്ല ഒരു സിനിമ ഇപ്പം ഒന്ന് വിജയിച്ച് കിട്ടുക പറയുന്നത്. അതും അറിഞ്ഞറിഞ്ഞ് നമ്മുടെ തുടക്കത്തിൽ അധികം ആൾക്കാരൊന്നും വന്നിരുന്നില്ല. പിന്നെ ഓരോ ദിവസം കയറുമ്പോൾ നല്ല രീതിയിലുള്ള റെസ്പോൺസും കാര്യങ്ങളും കിട്ടി. നമ്മുടെ ഈ കുഞ്ഞു സിനിമ വലിയൊരു സിനിമയായിട്ട് മാറിയിരിക്കുകയാണ്. ഇന്ന് ഈ വേദിയിൽ നിൽക്കുമ്പോൾ ഒരുപാട് നാളത്തെ സ്ട്രഗിൾ, ഒരുപാട് നാളത്തെ യാത്രകളൊക്കെ ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. എന്തായാലും നവരസയാണെങ്കിലും സ്റ്റോൺ ബെഞ്ചിനാണെങ്കിലും അത്യാവശ്യം പൈസകൾ എന്തായാലും കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനിയും അവർക്ക് ഒരുപാട് സിനിമകൾ ചെയ്യാൻ പറ്റട്ടെ. ആ സിനിമകൾ ചെയ്യുന്ന കൂട്ടത്തിൽ ഞങ്ങൾക്കും അഭിനയിക്കാൻ പറ്റട്ടെ. ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ഈ പടത്തിൻ്റെ സ്ക്രിപ്റ്റ് ഫസ്റ്റ് വിജേഷ് ചേട്ടനും ശ്രീഹരി ബ്രോയാണ് വീട്ടിൽ വന്ന് പറഞ്ഞത്. അപ്പം അന്ന് ഞാനന്ന് ഓക്കെ ഒന്നും പറഞ്ഞില്ല. പിന്നെ ഞാനത് ചോദിച്ചു മേടിച്ച ക്യാരക്ടറാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു വലിയൊരു ക്യാരക്ടർ എനിക്ക് തന്ന വിജേഷ് ചേട്ടന് ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു. ഒരുപാട് സന്തോഷം. ഇതിലെ ഐക്കോണിക് തുമ്മൽ സ്റ്റേജിൽ കാണിക്കാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ നമുക്കൊന്ന്. അയ്യോ, അത് വേണോ? അത് നല്ല രീതിയിൽ സേഫായിട്ട് നിൽക്കില്ല. ഇനി വെറുതെ ചുമ്മാ ബോറാക്കണോ? വേണ്ട. ഓക്കെ, താങ്ക് യു. അടുത്ത വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് സൗഹൃദത്തിൻ്റെയും കോമഡിയുടെയും അതുപോലെ ഹോസ്റ്റൽ ജീവിതത്തിൻ്റെ ഒക്കെ മനോഹരമായ നിമിഷങ്ങൾ നമുക്ക് സമ്മാനിച്ച് ചിത്രത്തിലെ ശങ്കരൻ എന്ന ഒരു കഥാപാത്രം വളരെ അനായാസമായി കൈകാര്യം ചെയ്ത അൽ അമീനെ വേദിയിലേക്ക്
Again, നല്ലൊരു കൈ കൊടുത്തുകൊണ്ട് സ്വാഗതം ചെയ്യാം. ഹലോ, ഒരുപാട് സന്തോഷം. എന്താ പറയണ്ടതെന്ന് അറിയില്ല. ആദ്യമായിട്ട് വിജയ് ചേട്ടനോട് തന്നെ നന്ദി പറയാണ്. കാരണം ഇത്രയും വലിയൊരു പടത്തിൽ ഇത്രയും ത്രൂ ഔട്ടായിട്ട് വരുന്നൊരു വേഷം എൻ്റെ കയ്യിൽ തന്നതിന് ഒരുപാട് നന്ദി. അതുപോലെ തന്നെ ശ്രീത്തേട്ടനോടും സുധീഷ് ചേട്ടനോടും കാർത്തി സാറിനോടും എല്ലായിടത്തും നന്ദി പറയാണ്. പിന്നെ ഇന്നൊന്നുമില്ല, ഇത്രയൊക്കെ പറയുള്ളൂ. നന്ദി. താങ്ക് യു. നമ്മളെല്ലാവരും ശരിക്കും എൻജോയ് ചെയ്തൊരു ക്യാരക്ടർ തന്നെയാണ്. താങ്ക് യു. നായിക വേദു എന്ന കഥാപാത്രം വളരെ മനോഹരമായിട്ട് സ്ക്രീനിലെത്തിച്ച പ്ലീസ് വെൽക്കം ഷീതൽ ജോസഫ് ഓൺ സ്റ്റേജ്. ഫിലിം ഇങ്ങനെ ആഘോഷിക്കുമ്പം എനിക്കും അങ്ങനെ ആഘോഷിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ബട്ട് ഫൈനലി താങ്ക് യു ശ്രീജിത്തേട്ട, സുധീഷ് ചേട്ട, എല്ലാവർക്കും താങ്ക് യു ഇങ്ങനെ മീറ്റ് വെച്ചതിനും ഈ സിനിമയിൽ എൻ്റെ ഭാഗമാക്കിയതിലും. വിജയ് ചേട്ട താങ്ക് യു സോ മച്ച് എന്നെ കാസ്റ്റ് ചെയ്തതിൽ. അതുകൊണ്ട് എനിക്ക് ഗുണങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. സന്തോഷമുണ്ട് ഇങ്ങനെ മുമ്പിൽ നിൽക്കുമ്പോൾ. ഞാൻ കുറേ കാലമായിട്ട് സിനിമേൻ്റെ പുറകിലാണ്. ആദ്യമായിട്ട് ഇപ്പോഴെങ്കിലും ഒരു നല്ലൊരു മൊമെൻറ്റ് വീട്ടിലുകൊണ്ട് വെക്കാൻ പറ്റുന്നുണ്ടല്ലോ. സന്തോഷം, എൻ്റെ വായിൽ വെള്ളം എത്തി. താങ്ക് യു സോ മച്ച്. താങ്ക് യു